ഇതാ ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം. എന്നിട്ടും ബ്രിട്ടൻ ഈ ഭൂമി ജൂതന് കൊടുക്കാൻ സമ്മതിച്ചില്ല. ആര്? റഷ്യ. രാഷ്ട്രീയമായി ഒരു ഇസ്രായേൽ ഒരുങ്ങുന്നു മശികയെ കൈക്കൊള്ളാൻ. ലോകം ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കൺട്രോൾ ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്താ മനസ്സിലായി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇതാ ലോകം മുഴുവൻ ഒരു വെൽ ബ്രെയിൻഡായ, ഒരു ഏകാധിപതിയായ ഒരു സൂപ്പർമാൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് എത്താൻ പോകുന്നു. അത് ഡയറക്റ്റ് ഒരു ഭരണമല്ല. ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചലിക്കുന്ന വിധത്തിൽ വ്യാപാര വാണിജ്യ വ്യവസ്ഥകളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരുവനിലേക്ക് ലോകമിങ്ങനെ അമരുന്നതിൻ്റെ ഒരു ശ്രദ്ധേയമായ തെളിവാ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വിപണി. അല്ലേ? നമുക്ക് ഒത്തിരി മയക്കുമരുന്ന്, പണ്ട് ഈ കഞ്ചാവെന്നൊക്കെ കേൾക്കുള്ളായിരുന്നു. ഇപ്പോൾ അതേണ്ട നമ്മുടെ ഈ സഭകളുടെയൊക്കെ പേര് പോലൊരു സാധനം, അല്ലേ? സഭയുടെയൊക്കെ പേര് വായിച്ചാലേ നമ്മളെല്ലാം അങ്ങനെയാണ്. പിന്നെ എങ്ങനെ അതിൻ്റെ പേര്? MDMA, ഈ ഗോസ്പൽ ടീമിൻ്റെ ഒക്കെ പേര് പോലെ ഇരിക്കുന്നതിനാണ്. ഇങ്ങനെയും കൊണ്ട് സാധനം വന്നിരിക്കുക. സിന്തറ്റിക് ഡ്രഗ്, പലതരം സംഗതികൾ, മനുഷ്യനെ അഡിക്റ്റാകുക, പോലീസിനെ തല്ലുക, കുട്ടികൾ, അന്തരീക്ഷാകപ്പാടം മാറുക, ഒരുതരം അഡിക്ഷൻ. ഈ അഡിക്ഷന് വിധേയപ്പെട്ടാൽ ഈ കുട്ടി എന്നേക്കും നശിക്കുക. ഇത്തരം നാശത്തിന് ഹേതുവായി ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരുത്തനും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാനേ ഒരു ഡോക്ടറുടെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. സ്പെഷ്യലിസ്റ്റാണ്, കാർഡിയോളജിയുടെ സ്പെഷ്യലിസ്റ്റാണ്. ഒരു പയ്യൻ വീഡിയോ കണ്ടിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നു. കൊച്ചു പയ്യനാ, തുറന്ന് പറഞ്ഞൊരു വേദന. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെടുന്നു. പണം നഷ്ടപ്പെടുന്ന ഇത്രയും വിദ്യാസമ്പന്നൻ അറിയാം പണം നഷ്ടപ്പെടും. എന്നാലും ഇത് തുറക്കുമ്പോൾ ഒരു അഡിക്ഷൻ. ലക്ഷങ്ങൾ നഷ്ടമായി. അപ്പനും അമ്മ അറിയാതെ വീടും പറമ്പും വെച്ച് അത് ബ്ലേഡിൽ നിന്ന് പണമെടുത്ത് ഇങ്ങനെ അടച്ചു. കടം കയറി വല്ലാതായപ്പോൾ കൂട്ടുകാരോടൊക്കെ വാങ്ങി. സ്ഥലം ജപ്തി ചെയ്യാൻ പോകുന്ന അറിഞ്ഞപ്പോൾ അതിന് കണ്ടെത്തിയ കുറുക്ക് വഴി എന്താണെന്നറിയണ്ടേ? കല്യാണം കഴിച്ചു. പെണ്ണിൻ്റെ ഓഹരി കൂടെ വാങ്ങി. ആ പെങ്കൊച്ചൊന്നും അറിയുന്നില്ല, അതും കൂടെ വാങ്ങി കളിച്ചു തീർത്തു. കോടികളുടെ ബാധ്യത. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ രക്ഷപ്പെടാൻ വയ്യ, വല്ലാത്ത അഡിക്ഷൻ. ഞാൻ ഡോക്ടറാണ്, എനിക്കറിയാം തകർന്നു പോകുമെന്നറിയാം. ഞാൻ പറഞ്ഞു, സുഹൃത്തേ, നിൻ്റെ കല്യാണം കഴിഞ്ഞുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ നീ കടന്നു പോകുന്ന ഏറ്റവും വലിയ വേദനയില്ല. കൂടെ വന്ന പെൺകുട്ടി ഒറ്റപ്പെടാൻ പോവുക. ഒരു കാര്യം ചെയ്യ്, അവൾക്ക് വിവരമുണ്ടല്ലോ, അറിവുണ്ടല്ലോ, ഒന്ന് തുറന്ന് സംസാരിക്ക്. അവൾക്ക് നിന്നെ രക്ഷിക്കാനാകും. അതും ഡോക്ടറാ. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ സംസാരിക്കുക. ആ കുട്ടിയോട് സത്യം തുറന്നു പറഞ്ഞു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരൊരു കാര്യം പറയാം. ലോകത്തിലൊരു കൗൺസിലിംഗ് വിദഗ്ധനും ലോകത്തിലൊരു മരുന്നിനും ലോകത്തിലൊരു മന്ത്രത്തിനും തരാൻ കഴിയാത്ത വിടുതല നസ്രായനായ യേശുവിൻ്റെ പാദാന്തിക ഉള്ളത്. ആ യേശു സർവശക്തനായി നമ്മുടെ കൂടെ ഇന്നുണ്ടെങ്കിൽ, മറുവശത്ത് സാത്താൻ വല വിരിച്ചിരിക്കുന്നു. ആ വലക്കണ്ണികളെ പൊട്ടിക്കാനാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനായി കൺവെൻഷൻ, അതിനായി പാട്ട്, അതിനായി പ്രാർത്ഥന. ഈ വലക്കണ്ണികളെ മുഴുവൻ ചെറുത്തു തോൽപ്പിക്കുന്ന ഉജ്ജ്വലമായൊരു ശക്തി പ്രാർത്ഥിക്കുന്ന ഭക്തനിലുണ്ട്. ആ പ്രാർത്ഥനാ വലയത്തെ വേദിച്ചുകൊണ്ട് പിശാചുക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ കഴിയില്ല എന്ന ഉറപ്പേറിയ വിശ്വാസം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. പിശാചുക്കൾ ഒരു വല വിരിച്ചിരിക്കുന്നു. ഇതുപോലൊരു സംഭവമാണ് മന്ത്രവാദത്തിൻ്റെ ശക്തികൾ. ആഭിചാര കർമ്മങ്ങൾക്കിന്ന് ഒരു കമ്പ്യൂട്ടർ വേർഷൻ വന്നിരിക്കുന്നു. ജൂതന്മാരുടെ ലോകത്ത് പോലും ഇത്തരം മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നവർക്ക് ഡിമാൻഡ് കൂടുന്നു. കൊച്ചുകുട്ടികൾ ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടി ചിലതരം മാന്ത്രികമായ സൈറ്റുകളിൽ ചെന്ന് പ്രവേശിക്കുന്നു. അവിടെ ഗുരുവെന്നുമൊക്കെ പേരിട്ട ആളുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇരുന്ന് സ്നേഹ ബുദ്ധിയോടുകൂടി നിങ്ങളെ ഉപദേശിക്കുന്നു.
നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് സവിശേഷതയുള്ള ചില പ്രക്രിയകളിൽ കൂടി കടത്തിവിടുന്നു. കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കുന്നു. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു, നിനക്കേ നാളെ അച്ചടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത മാസം അച്ചടിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ നിൻ്റെ മനോമുഖരത്തിൽ ഞാൻ പ്രതിഫലിപ്പിച്ച് തരത്തക്ക വിധം നിൻ്റെ അറിവിനെ മാറ്റും. കുട്ടിക്ക് കുറേ നാൾ ഇതൊക്കെ കിട്ടും. ഉത്തേജിതമായൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടിയുടെ ഇന്ദ്രിയത്തെ മുഴുവൻ ശക്തിപ്പെടുത്തിയിട്ടേ, കുട്ടിയുടെ ബോധ മനസ്സിനെ മുഴുവൻ ആ നിലയിലാക്കി തീർത്തിട്ടേ ഒരുതരം അഡിക്ഷൻ സംഭവിച്ചിട്ട് നാച്ചുറലായ പഠനത്തിൻ്റെ വഴിവിടുന്നു. ആ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ രീതിയും ഭാവവും ഒക്കെ മാറുന്നു. ക്രമേണ ഇത്തരം സാത്താന്യ ശക്തികൾക്ക് അഡിക്ഷൻ വന്നിട്ട് കുറേ കഴിഞ്ഞ് ഈ ഓർമ്മ മുഴുവൻ മരവിക്കുന്നു. തിന്മയിലേക്ക്, തെറ്റിലേക്ക് ഈ മനസ്സ് മുഴുവൻ മാറിപ്പോയിട്ട് പ്രാർത്ഥിച്ച് ഏകാഗ്രതയോടെ പഠിപ്പിക്കാൻ നമ്മൾ അകച്ച പൊന്നുമകൻ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യങ്ങളെയും തകർത്ത് ആ വള്ളി പൊട്ടിപ്പോയൊരു പട്ടം പോലെ ഇങ്ങനെ പാറിപ്പറന്ന് തകരുന്ന ഒരു കാലഘട്ടം വരും. ഇതാ സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ഉണർന്നു പ്രാർത്ഥിക്കാൻ ഓരോ മാതാക്കളും പിതാക്കളും തയ്യാറെടുക്കണം. ആരാധനകളിൽ കൃത്യം സംബന്ധിക്കണം. സൺഡേ സ്കൂളുകളിൽ സംബന്ധിക്കണം. യൂത്ത് മീറ്റിങ്ങുകളിൽ സംബന്ധിക്കണം. അത് വെറുതെ എന്തെങ്കിലും പാടി പ്രാർത്ഥിച്ചു പോകുന്നതല്ല. സേറ്റനിക് പവറിൻ്റെ അത്തരത്തിലെ ആഭിചാര കർമ്മങ്ങളുടെ അടിത്തറ കണ്ട് ആത്മാവിനാൽ അതിനെ വെട്ടി ജയമെടുത്തു പോകേണ്ട ഒരു കാലഘട്ടം വരുമ്പോൾ ഇതാ പിശാച് വലവിരിച്ചിരിക്കുന്നു. മൂടു ലോകത്തിലും വലവിരിച്ചിരിക്കുന്നു. ഇതൊരു സത്യം. ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുക. എന്തെന്നാൽ എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ഒരു വ്യാപാര ശൃംഖലയുടെ രീതിയിൽ നമ്മളെ മുഴുവൻ അഡിക്റ്റാക്കുന്ന, നമ്മളെ മുഴുവൻ ഒരു ഉപഭോഗ സംസ്കാരത്തിന് വിധേയമാക്കുന്ന വിധത്തിൽ സേറ്റനിക് പവർ വലവിരിച്ചു. അവൻ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. മതമണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിലെല്ലാം അതിൻ്റെ സ്വാധീനമുണ്ട്. അത് തൊട്ടു പറയാൻ നമുക്ക് നേരമില്ല. ആ ഒരുക്കം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഒരുക്കം ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിലേക്ക് അടുത്ത് വരാം. നമ്മൾ വായിച്ച വചനത്തിൽ നമ്മുടെ മേജർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇന്നലെ ഇന്നും വായിച്ച ഭാഗം, അതിലേക്ക് വന്ന് നമുക്കൊരു പാലം പോലെ അവയെ സംയോജിപ്പിച്ച് ഉപസംഹരിക്കാം. പ്രിയരേ, നമ്മുടെ കർത്താവ് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ മാറ്റങ്ങളെ കണ്ട് പ്രവചിക്കുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം. ഇതേ കാര്യം മാർക്കോസ് 13-ൽ ലൂക്കോസ് 21-ലും എഴുതിയിരിക്കുന്നത്. അപ്പോൾ മത്തായി 24, മാർക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങൾ ഒരുപോലെ യേശുവിൻ്റെ പർവ്വത പ്രസംഗമാണ്, ഒലിവുമല പ്രസംഗമാണ്. ആ പ്രസംഗത്തിലേക്ക് യേശു കടക്കും മുമ്പ് യേശു കർത്താവ് യെറുസലേമിലേക്ക് ചെന്നു. യെറുസലേം ജനത യേശുവിനെ കൈക്കൊള്ളുന്നില്ല. ആക്ഷേപിച്ച്, അവഹേളിച്ച്, കല്ലെറിഞ്ഞു കൊല്ലാൻ അവസരം നോക്കി, പതിയിരുന്ന് ഉപദ്രവിച്ച്, തച്ചൻ്റെ മകനെന്ന് വിളിച്ച് ആക്ഷേപിച്ച് യേശുവിനെ യെരുശലേമിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അവരറിയുന്നില്ല തങ്ങൾ പുറത്താക്കുന്നവൻ്റെ മാന്യതയും മഹത്വവും എത്ര വലുതെന്ന്. യെരുശലേമിൻ്റെ വില യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ ഒരു ആലയമുണ്ട്. ഈ ആലയത്തിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ 78 വർഷത്തിൻ്റെ വാർഷികാഘോഷമുണ്ട്. ഈ ആലയത്തിൻ്റെ വില ഇതിനകത്ത് കാണുന്ന വിലപിടിപ്പുള്ള ഏതെങ്കിലും നിർമ്മാണ സാമഗ്രികളല്ല. ഇവിടെ ശുശ്രൂഷയ്ക്കെത്തുന്ന ഒരു പുരോഹിതനല്ല. ഇത് വാഴ്ത്തി അനുഗ്രഹിക്കാൻ വരുന്ന ഒരു ബിഷപ്പിൻ്റെ സാന്നിധ്യമല്ല. അതൊക്കെ നല്ലത്, ഏറെ വിലപിടിപ്പുള്ളതെങ്കിലും ആലയത്തിൻ്റെ വില അതിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്, ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ തേജസ്സാണ്. അതാണ് ആലയത്തെ ആലയമാക്കുന്ന മനോഹാരിതയെങ്കിൽ യെരുശലേമേ, നിന്റെ തേജസ്സായവൻ, നിന്റെ മഹത്വമായവൻ ഇതാ ഇതിലേക്ക് വരുമ്പോൾ അവനെ നിരാകരിക്കാൻ കല്ലെടുക്കുമ്പോൾ യേശു പറയുക, യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, ഇത്രയും നീ ചെയ്തിട്ടും നിന്നോട് ഞാൻ ക്ഷമിച്ചു. നിന്നെ എൻ്റെ ഓരം ചാർത്തിയിരുത്തി കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ സ്നേഹവായ്പോടെ ഉൾക്കൊണ്ടുപോകാൻ എനിക്ക് മനസ്സായിരുന്നു. ഈ ശബ്ദം അവൻ്റെ കരുതലിൻ്റെ ശബ്ദമെങ്കിൽ
യേശുവിനെ വിട്ടകന്നു പോയ ഒരാളെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ അവൻ്റെ ചിറകടിയിൽ തൻ കോഴി കുഞ്ഞിനെ സൂക്ഷിക്കും പോലെ ചേർത്ത് കൊള്ളാൻ മനസ്സുള്ളവൻ ഇന്ന് രാത്രിയും നിന്നെ ക്ഷണിക്കുന്നു. അടുത്തു വരിക, വിമോചിക്കപ്പെടുക, ആ ഓരം ചാർന്നിരിക്കുക. ഒരു പുത്തൻ അനുഭവത്തോടെ അവൻ്റെ ചൂടുപറ്റി കുതിച്ചുയരുന്ന പുത്തൻ അനുഭവത്തിന് സാക്ഷിയാകാൻ യേശു നിങ്ങളെ തൊടട്ടെ, യേശു നിങ്ങളെ സൗഖ്യമാക്കട്ടെ, യേശു സാന്നിധ്യം നമ്മളിൽ വാഴട്ടെ. അവർ യേശുവിനെ നിരാകരിച്ചു. ഇനി വിഷമമില്ലെങ്കിൽ ഞാൻ യെരുശലേമിനെ പറ്റി ഒരല്പം കാര്യം പറയാം. ആകപ്പാടെ യെരുശലേമിൻ്റെ സിറ്റിയുടെ വലിപ്പം, ദേവാലയമൊക്കെ ഇരിക്കുന്ന ആ ക്യാമ്പസിൻ്റെ വലിപ്പം, ഇരുന്നിരുന്ന ആ സ്ഥലത്തിൻ്റെ വലിപ്പം 8 ഏക്കറാണ്. അത്രേ ഉള്ളൂ. ആ സ്ഥലം ഇങ്ങനെ വിശാലമായി കിടപ്പുണ്ട്. ഈ ചുറ്റുമതിലൊക്കെ ഉള്ള ആ സ്ഥലത്തിൻ്റെ വലിപ്പം ഏകദേശം 8.3 ഏക്കേഴ്സ് ലാൻഡാണ്. ഇത് ഏതാണ്ടൊരു 5 മലകൾ, ചെറു മലകളാണ്. അതിന് ആ മലമേലിരിക്കുന്ന പട്ടണം എന്ന് റിസ് നമ്മൾ വിളിക്കുക. ഈ 5 മലകളിൽ ഇന്ന് നമ്മൾ നോക്കിയാൽ 4 എണ്ണമേ കാണത്തുള്ളൂ. ഒരെണ്ണം ആരെങ്കിലും പ്രാർത്ഥിച്ച് കടൽ വീഴ്ചയല്ല. ഈ 4 എണ്ണത്തിൻ്റെ അകത്തായി പോയി ഒരെണ്ണം. അപ്പോൾ ഈ 4 മലകളുടെ പേര് ഞാൻ പറയാം. 1, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. 2, യെബൂസ്യനായ ഓർന്നാൻ്റെ കളം എന്ന് വിളിക്കുന്ന സ്ഥലം. 3, ഉത്തരഗിരിയായ സിയോൻ. 4 നമുക്കെല്ലാം പരിചയമാണ്. കാൽവറി എന്ന ഗോൽഗോഥ. ഇതെല്ലാം ചേരുന്നതാണ് വാസ്തവത്തിൽ യെരുശലേം. ഈ 4 അല്ലെങ്കിൽ 5 മലകളും മുട്ടി ഉരുമ്മി ഒരു താഴ്വരയിൽ തീരും. ആ താഴ്വരയുടെ കിഴക്കേ ഭാഗത്ത് നിന്ന് മറ്റൊരു മല ഉയരും. ആ മലയുടെ പേരാണ് ഒലിവുമല. ആ താഴ്വരയിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട്. അതിൻ്റെ പേരാണ് കിദ്രോൻ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ യെരുശലേമിനെയും ഒലിവുമലയും തമ്മിൽ വേർതിരിക്കുന്ന അതിരിൻ്റെ പേരാണ് കിദ്രോൻ. അപ്പോൾ യെരുശലേമിൻ്റെ കിഴക്കേ വശത്താണ് ഒലിവുമല. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി എത്ര മലയുണ്ട് ഇക്കരെ? 5 ചെറിയ മലകളാണ്. ഈ കാൽവരി അല്ലെങ്കിൽ ഗോൽഗോഥ എന്ന് പറയുന്ന മല പോലും നമ്മുടെ കഷ്ടിച്ചതിൻ്റെ ഈ ഒരു പൊക്കമേ ഉള്ളൂ. ഈ പില്ലർ കണ്ടോ? അത്രയും പൊക്കമേ ഉള്ളൂ. കേട്ടിട്ട് തന്നെ ഒരു വിഷമം പോലെ അല്ലേ? വിഷമം വരാനുള്ള കാരണം എനിക്കറിയാം. ഈ സഹോദരിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കാൽവരി എന്ന് ചുമ്മാ പറയല്ല, കാൽവരി, ഗോൽഗോഥ. പാസ്റ്റർമാരുമൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇത്രേ ഇട്ടൊരു വൈബ്രേഷൻ ഇടേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള വലിപ്പമില്ല. മനസ്സിലായോ? ഓ കാൽവറി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. എത്രയൊന്നും വേണ്ട, അതിനുള്ള സംഗതിയില്ല. ആകപ്പാടെ ഇത്രേ ഉള്ളൂ. ചാടി നമുക്ക് ഇങ്ങോട്ട് ചാടാം താഴെ, അത്ര ചെറുതാണ്. പക്ഷെ അതിൻ്റെ വലിപ്പം അതിൻ്റെ ജോഗ്രഫിക്കലായ വിസ്തൃതിയിലല്ല. അതാ ലോകത്തിൽ ഏറ്റവും വലിയ പരമയാഗം നടന്ന സ്ഥലം. ഇതൊക്കെ പോട്ടെ. ഇത് വന്ന് തീരുന്ന എവിടെയാ? കിദ്രോൻ തോട്. കിദ്രോൻ തോട് കടന്ന് അക്കരെ കിഴക്കേ ഭാഗത്തേക്ക് ചെന്നാൽ ഒലിവുമല. അതൊരു വലിയ മലയാണ്. ഒരു 20-25 മിനിറ്റ് വേണം നടന്നതിൻ്റെ മുകളിൽ ചെല്ലാൻ. നമ്മൾ ആ കിഴക്കേ വശത്തേക്ക് ഇങ്ങനെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഭാഗമില്ലേ, ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചരിവിൻ്റെ പേരാണ് ഗെത്സമേന. യേശു പ്രാർത്ഥിച്ച, യേശു അറസ്റ്റ് വരിച്ച സ്ഥലമാണ്. മുകളിൽ ഒലിവുമല, അതിൻ്റെ മറു ചരിവുണ്ടല്ലോ അങ്ങേ വശം, അതാണ് ലാസർ പാർത്ത ബെഥാന്യ. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം ബെഥാന്യ. ഇപ്പോഴും കടുക് മരമുണ്ട് അവിടെ. കർത്താവ് പറഞ്ഞില്ലേ, സകല പക്ഷികളും വന്ന ആ മരത്തിൽ കൂടുകൂട്ടി എന്നൊക്കെ പോയി. ഇത് വായിച്ചിട്ട് നിരീശ്വരനായ രവിചന്ദ്രൻ സാറ് നിന്ന് ചിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. കാരണം ഈ മനുഷ്യൻ ഇത്രയും വിവരമില്ലാതെ പോയല്ലോ. കാരണം ഈ കടുകുമരം ഇപ്പോഴും ഉണ്ട്.
വലിയ മരമാണ്, ഇത്രയൊക്കെ വണ്ണം കാണും. അതിൽ നിന്ന് കിട്ടുന്ന കടുക ചില ക്വാളിറ്റി കൂടിയ കടുകാണ്. ഇപ്പോഴും ഉണ്ടത്. സ്ഥലമൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് പിന്നെ വേണം അതിനാ ഈ സ്ഥലമെല്ലാം ഞാനിങ്ങനെ പറഞ്ഞേ. ഇന്നലെ നമ്മളെ വളരെ നേരെ ഇവിടുത്തെ ബാബിലോണിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോർത്ത് ഞാൻ ഈ ചരിത്രം മുഴുവൻ പറഞ്ഞു പോകാൻ നല്ല ഇന്ന് വന്നപ്പോഴാണ് അത് എളുപ്പമായേ. അതിന് പരിപാടി ഇന്നാണ് മനസ്സിലായത്, ചുമ്മാ അല്ലിത്. കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ നൗണല്ല തുടങ്ങേണ്ട, വെർബാണ് തുടങ്ങേണ്ടത്. മനസ്സിലായോ? അവിടെ നിന്ന് തുടങ്ങണം, അതാ കറക്റ്റ്. കാരണം നൗണ് സ്ഥായി ഭാവമുള്ള, ചലിക്കുന്നില്ല, ക്രിയ ഉള്ളത് ആണ് ചലിക്കുന്നത്. അതുകൊണ്ടാണ്. അതിനൊക്കെ തിയറിയുണ്ട്, പോട്ടെ. അപ്പോഴേ നമ്മളിപ്പോൾ എത്തി ഒലിവുമലയുടെ മുകളിൽ. ഒലിവുമലയുടെ മുകളിൽ ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ മലയടിവാരത്തിൽ ചെറു മലകൾ കിടക്കുന്നു. ആ മുമ്പ് കണ്ട ഗോൽഗോഥ, മുമ്പ് കണ്ട യബൂസ്യനായ ഓർന്നാൻ്റെ കളം, പിന്നെ നമ്മുടെ കാൽവരി ഒക്കെ കിടക്കുന്നു. അപ്പം ശിഷ്യന്മാർ നോക്കുമ്പോൾ മനോഹരമായ ദേവാലയം, അവിടെ മനോഹരമായ മാർബിൾ കല്ലിൽ കൊത്തിയെടുത്ത ഒരു കവിത പോലെ വിസ്മയകരമായ യെരൂശലേം ദേവാലയം. ആ ദേവാലയം കണ്ടിട്ട് ശിഷ്യന്മാർ അമ്പരം നീക്കിയ. കാരണം യേശു ഒരു പ്രവചനം നടത്തി, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ശിഷ്യന്മാർ ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും, മലയാളം ബൈബിളിലെ പരിഭാഷ തെറ്റാണ്, ലോകാവസാനത്തിനുമല്ല, നിൻ്റെ വരവിനും യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ സ്ഥലത്ത് യേശു പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ പേരാണ് ദ ഒലിവറ്റ് ഡിസ്കോഴ്സ്, അല്ലെങ്കിൽ ഒലിവുമല പ്രഭാഷണം. ആ ഒലിവുമല പ്രഭാഷണമാണ് മത്തായി 24, മാർക്കോസ് 13, ലൂക്കോസ് 21. അപ്പോൾ യേശു പറഞ്ഞു, ഈ ദേവാലയം തകരുമെന്നല്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ഒന്നുകൂടെ പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ അറിയണം. അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഓടിപ്പോക്ക് ഒരു ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം. അന്ന് ഗർഭിണികൾക്കും മുല കൊടുക്കുന്നവർക്കുമൊക്കെ അയ്യോ കഷ്ടം. വേദന നിറഞ്ഞ ആളുകളെക്കുറിച്ച് ദൈവപുരുഷൻ പ്രവചിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യേശു അറസ്റ്റ് വരിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, കല്ലറയിൽ വച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെ നിന്ന് 40 ദിവസം നമുക്ക് പ്രത്യക്ഷനായിട്ട് സ്വർഗാരോഹണം ചെയ്തു. യേശു പ്രവചിച്ച് ഒരു 40 കൊല്ലം കഴിഞ്ഞു. AD 29 30 ആണ്ടിലെ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ മധ്യാഹ്നത്തിൽ വച്ച് യേശു കർത്താവ് പ്രവചിച്ചത് നിറവേറാൻ ഒരു 40 കൊല്ലം മതിയായിരുന്നു. രാജ്യം ഭരിക്കുന്ന ടൈറ്റസ് എന്നു പേരായ ഒരു സേനാനായകൻ, ചക്രവർത്തിയുടെ സേനാനായകൻ, മൊത്തം പേര് ടൈറ്റസ് കൈസർ. ടൈറ്റസ് കൈസർ എന്ന് പറയാൻ കാരണം ഈ ടൈറ്റസ് പിന്നെ ചക്രവർത്തിയാകുന്നുണ്ട്, സേനാനായകൻ. അയാൾ യെരൂശലേം പിടിക്കാൻ വന്നു. തൻ്റെ സൈന്യത്തെ കൊണ്ടുവന്ന് ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്യിച്ചു. ഒലിവുമലയിലിരുന്നു കൊണ്ട് യെരൂശലേമിനെ മുഴുവൻ നോക്കിക്കണ്ടു. മനോഹര ദൈവാലയം കണ്ടു, ചുറ്റുമതിൽ കണ്ടു, ആ നിർമ്മാണ വൈഭവം മുഴുവൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് പൊളിക്കരുത്. താൻ ആരാധിച്ചു പോരുന്ന അപ്പോളോ എന്നൊരു ദേവനുണ്ട്, സെയൂസ് എന്ന് പറഞ്ഞ മറ്റൊരു ദേവനുണ്ട്, അവർ ആരാധിച്ചു പോരുന്ന ദേവീ ദേവഗണങ്ങളുണ്ട്. അവരെയൊക്കെ ആരാധിക്കാൻ പാകത്തിന് ഈ ദേവാലയത്തിൽ നിന്ന് സത്യദൈവാരാധന മാറ്റി ഇവയൊക്കെ തിരിച്ചു കയറ്റണം. ദേവാലയം പൊളിക്കരുത്. കീഴടങ്ങാൻ സമയം കൊടുത്തു, ആരും കീഴടങ്ങുന്നില്ല. ടൈറ്റസ് വിട്ടില്ല. 4-5 മാസം ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തെ ഇതിനു ചുറ്റും കൃത്യമായ കാവലാക്കി. 5-6 മാസത്തിലെ ചെറുത്തുനിൽപ്പിനിടയിൽ ആഹാരപദാർത്ഥങ്ങൾ തീർന്ന് ആളുകൾ വിഷമിച്ചു. പട്ടിണിയുടെ ആധിക്യം അകത്തെങ്ങും ബാധിച്ചു. പട്ടിണി നിമിത്തം പ്രതിരോധം നഷ്ടപ്പെട്ടു. കോളറ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ടു.
രോഗങ്ങൾക്ക് വിധേയരായി പലരും മരിക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി വിഷമിച്ച് ആദ്യഘട്ടം താഴെ വീണ് കിടക്കുന്ന ഒട്ടകങ്ങളുടെ മാംസം ഭക്ഷിച്ചു. ഒട്ടകങ്ങളുടെ ചീഞ്ഞഴുകിയ മാംസം മാത്രമല്ല, പട്ടിണിയുടെ ആധിക്യത്തിൽ സ്വന്തം ചെരുപ്പ് അവർ കടിച്ചു മുറിച്ചു തിന്നു. കുറേ കഴിഞ്ഞ് നിലത്ത് വിടരുന്ന പുല്ല് പോലും പറിച്ചു തിന്നു. അവ ധരിച്ച വസ്ത്രം പറിച്ച് അത് തിന്നു. ഈ വിധത്തിലൊക്കെ വിശപ്പടക്കിയ കഥ റോമൻ ചരിത്രകാരന്മാർ വേദനാജനകമായി എഴുതി. എന്നിട്ടും ചില ചെറുത്തു നിന്നു. ആ ചെറുത്തുനിൽപ്പുകളുടെ ഒടുവിൽ ദേവാലയത്തിൻ്റെ ചുറ്റുമതിലുകളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് ഈ സൈന്യമകത്തേക്ക് കടന്നു. യേശു പറഞ്ഞിരുന്നു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലമടുത്തുവെന്നോർക്കണം. ഇന്ന് രാത്രി പ്രവചനത്തിൽ വിശ്വസ്തനായവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ പറഞ്ഞതെന്തോ അത് AD 70 സംഭവിച്ചുകൊണ്ട് യെരൂശലേമിൻ്റെ സേനാനായകന്മാരും സൈന്യം ഒന്നടങ്കം ഈ മേഖല വളഞ്ഞു. ഒടുക്കം യെരൂശലേം തകർന്നു. സമയക്കുറവുണ്ട്, വേഗത്തിൽ പറഞ്ഞു വിടാം. മനുഷ്യ ശരീരത്തിലേക്ക് കുതിരകളെ പായിച്ചു കയറ്റി ചെറുക്കാൻ നിന്നവരെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടി. യെരൂശലേം ചോരപ്പുഴയായി മാറി. ആണ്ടിലൊരിക്കൽ മാത്രം അഹരോൻ കിടക്കുന്ന, മഹാപുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിലേക്ക് ചോരയണിഞ്ഞ പാദങ്ങളോടെ റോമൻ പട്ടാളക്കാർ ഇരുമ്പ് ബൂട്ട്സിട്ട് ചവിട്ടി മലിനമാക്കി തലങ്ങും വിലങ്ങും ഓടി അന്തരീക്ഷം മുഴുവൻ മാറ്റുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ അകത്ത് നടക്കുന്നൊന്നും കാണാൻ കഴിയാതിരുന്നപ്പോൾ ഒരു പടയാളി തീപ്പന്തം ജ്വലിപ്പിച്ച് ഇങ്ങനെ വീശി അകത്തെ കാഴ്ചകൾ കണ്ട് സൈന്യത്തെ നയിക്കുമ്പോൾ പന്തം കയ്യിൽ നിന്ന് വഴുതി തിരശീലക്ക് തീ പിടിച്ചു. ആഞ്ഞു കത്തിയ തീയിൽ ദേവദാരു പലക കൊണ്ടുള്ള മച്ചും അതെല്ലാം കത്തി. യെരൂശലേം ദീർഘനാളുകൾ നിന്ന് കത്തി 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 ചാരമായി താഴെ വീഴുമ്പോൾ, കൈക്കുമ്പിളിൽ വാരിയെടുത്ത് മാറ്റാവുന്ന ഓരോ പിടി ചാരമായി യെരൂശലേമിനെ വാരി മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനം നിറവേറി. ഈ ദേവാലയം തകരും. വീണ്ടും തീയെല്ലാം അണഞ്ഞപ്പോൾ ആരോ ടൈറ്റസിനോട് പറഞ്ഞു, പ്രഭോ, ഇതിൻ്റെ ഉള്ളിൽ വിലമതിക്കാനാവാത്ത സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട്. തീയിൽ കത്തി വെന്തുരുകി ദേവാലയത്തിൻ്റെ അടിത്തറയിൽ സ്വർണ്ണക്കട്ടിയായി സ്വർണ്ണത്തരികളായി കിടന്നേക്കാം. അതെടുക്കണം. ഇരുമ്പ് കലപ്പകൾ കൊണ്ട് ആനകളെ കൊണ്ടുവന്ന് കെട്ടി ഉഴുതുമറിച്ച് ദേവാലയത്തിൻ്റെ കല്ലുകൾ ഓരോന്ന് പിഴുതുമാറ്റി. ഇതിലും വലിപ്പമുണ്ടൊരു കല്ലിന്, ചുണ്ണാമ്പ് കല്ല, ഇതിലും വലിപ്പമാണ്, അതിശോക്തിയല്ല. ഈ സ്പീക്കർ പോലൊക്കെ ഇരിക്കും, അതിലും വലിപ്പം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതേ ആനകൾ പിഴുതു മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗം നിറവേറി. ഈ ദേവാലയത്തിൻ്റെ കല്ലുകൾ, ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ഒന്നുറപ്പിച്ചോ, പറഞ്ഞത് യേശുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നാശം മാത്രമല്ല, അനുഗ്രഹം അവിടുന്ന് പറഞ്ഞാൽ അനുഗ്രഹവും സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവനെ വിളിക്കുന്നത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അതിന്നും തകർന്നു കിടക്കുക. ഞാൻ പ്രസംഗിക്കുന്ന ഈ രാത്രി വരെ ഒരു മാറ്റമില്ലാതെ കിടക്കുക. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ ദേവാലയത്തിൻ്റെ ചുറ്റുമതിലിൽ ഒരു ഭാഗം മാത്രമേ തകരാതെയുള്ളൂ. അതതിൻ്റെ വിലാപമതിൽ എന്ന് ഇന്ന് വിളിക്കുന്ന ഭാഗമാണ്. അതൊക്കെ വിശദീകരിക്കാൻ നേരം പോരാ. ഇനി മറ്റൊന്ന്, 12 ഗേറ്റായിരുന്നു ഒരിക്കൽ. പിൽക്കാലത്ത് 8 ഗേറ്റുകളായി ചുരുങ്ങി. ആ 8 ഗേറ്റും അടിച്ച് തകർത്ത്, 7 ഗേറ്റും അടിച്ച് തകർത്ത് പടയാളികൾ പല വഴിക്കകത്ത് കയറിയിട്ടും ഒലിവുമലയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു ഡോറുണ്ട്, ഒരു ഗേറ്റ്. അത് മാത്രം തകർക്കാൻ പറ്റിയില്ല. അന്നല്ല, ഞാനിന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, തുറന്നിട്ടില്ല. എന്താ കാര്യമെന്ന് അറിയണം? തുറക്കാൻ പറ്റിയിട്ടില്ല. എസെക്കിയേൽ 44-ന്റെ 1 മുതൽ വായിച്ചാട്ടെ. അപ്പോൾ മനസ്സിലാകും യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ എന്തുകൊണ്ടിന്നും മനുഷ്യൻ ബുൾഡോസർ കണ്ടുപിടിച്ച, അത്യാധുനികമായ ആയുധങ്ങൾ കണ്ടുപിടിച്ച ഈ കാലത്തും കിഴക്കോട്ട് ദർശനമുള്ള ഗോൾഡൻ ഗേറ്റ് ഉണ്ടല്ലോ, സുവർണവാതിൽ, അത് തുറക്കാനായിട്ടില്ല. എന്താണ് കാരണം? വായിക്കുക.
44:1 എസെക്കിയേൽ. അനന്തരം ആ അവൻ എന്നെ ആ. വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ആ. ദർശനമുള്ള ആ. പുറത്തെ ഗോപുരത്തിലേക്ക് ആ. മടക്കി കൊണ്ടുവന്നു. ആ എന്നാൽ അത് അടച്ചിരുന്നു. അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവന്നു, എന്നാൽ അത് അടച്ചിരുന്നു. ആ അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ആ. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആ യഹോവ എന്നോട്, മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. പിന്നെ ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കരുത്. കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്തു കടന്നതുകൊണ്ട്. മതി. ദൈവമഹത്വം ഇതുവഴി അകത്ത് കടന്നതുകൊണ്ട് ഈ വാതിലിനി ആരും തുറന്നുകൂടാ. 1919 ഇത് തുറക്കാൻ ശ്രമം നടന്നു. അറബികൾ പരാജിതരായി മാറിയപ്പോൾ ജൂത റബിമാരോട് ചോദിച്ചു, ഇതിൻ്റെ പല കഥകളും ഞങ്ങൾ തല്ലിത്തകർത്തു, ഇത് മാത്രം തുറക്കാൻ പറ്റാത്തതെന്തേ? അവർ മറുപടി പറഞ്ഞു, ഇത് ഒരുവൻ്റെ മുമ്പിലേ തുറക്കൂ. ഒരു ദിവസം ഞങ്ങളുടെ മശിഹയായവൻ ഇതുവഴി കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പാകം മാത്രം തുറക്കാൻ ദൈവം അടച്ചു വച്ച വാതില ഇന്നും കിടപ്പുണ്ട്. കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതൊക്കെ അവിടെ കൃത്യം കിടപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അവിടെ നിന്ന് അല്പം മുമ്പോട്ട് പോകണം.